അങ്ങനെ ബീച്ചിലൊക്കെ പോയെന്ന് കണ്ട് ഈ പള്ളിന്റെ ഉള്ളിലേക്ക് പോവാൻ നിൽക്കാം. ഉച്ചക്ക് ലോറ് നിസ്കരിച്ചാൻ വന്ന് നോക്കിയപ്പോ അവിടെ നല്ല തിരക്കേന്. അപ്പൊ നിസ്കരിച്ച് കണ്ടിട്ട് പോകും. ഈ മെയിൻ ഗേറ്റിന്റെ ഈ ഭാഗത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട്. ലേഡീസിന്റെ ഡ്രസ് ഐറ്റംസും പിന്നെ ഒരുപാട് ടോയ്സ് ഒക്കെ ആയിക്കാണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ആന്ധ്രക്കാരാണ്. പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ ഹോട്ടലിൽ അധികം ആന്ധ്ര വണ്ടികളെ. അപ്പൊ ഇതാണ് പള്ളിന്റെ ഉള്ളിൽ. ഇവിടെ കയറി കുറച്ചേരം നിന്നു. പിന്നെ ഇവിടെ ഈ മൊട്ടടിക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട്. ഇത് പുതിയ അറിവാണ്. മുമ്പ് വന്നപ്പോഴൊന്നും ഈ പരിപാടി കണ്ടിട്ടില്ലായിരുന്നു. ഈ മൊട്ടടിക്കേണ്ടതിന്റെ അപ്പുറത്തൊരു കുളം ഉണ്ടാവും. ഈ മൊട്ടടിച്ചവരൊക്കെ കുളിക്കുന്നുണ്ട്. ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ ഫുള്ള് ലേഡീസ് ഒക്കെ ആയിരുന്നു അധികം. അങ്ങനെ ആ ഭാഗത്തുനിന്ന് ഇറങ്ങി ഫ്രണ്ട് സൈഡിലുള്ള മാതിരി തന്നെ ബാക്ക് സൈഡിൽ ഒരുപാട് കച്ചവടങ്ങളുണ്ട്. ഇവിടെ ഡ്രസ്സ് ഇല്ല, ടോയ്സും ബാക്കിയുള്ള ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഇവിടെ. ഇതിന്റെ ഉള്ളിലാണ് ദർഗന്റെ. ദർഗന്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ 5 റുപ്യ കൊടുക്കണം എൻട്രി ഫീ ആയിട്ട്. നല്ല തിരക്കാണ് അവിടെ, കൊടുക്കത്ത് ചൂടുമാണ്. അങ്ങനെ അവിടെ കുറച്ചു നേരം ഇരുന്നുകാണ്ട് പിന്നെ ഇഷാദ് നിസ്കരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോകാൻ. എന്നിട്ട് ഹോട്ടലിൽ പോകാന്നാണ് വിചാരിച്ചത്. ഫുഡ് കഴിച്ച് പിന്നെ റൂമിൽ കണ്ടു പോയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ എന്നാണ് വിചാരിച്ചത്. ഇവിടെ അങ്ങനെ നല്ല ഹോട്ടൽ എന്ന് പറഞ്ഞ വലിയ പരിപാടിയൊന്നും ഇല്ല. ഒരു ആവറേജ് സെറ്റപ്പാണ്. പക്ഷെ ഫുഡൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി കണ്ട് പൊറാട്ടും ചിക്കൻ ചില്ലി ഓർഡർ ചെയ്തു. ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അവിടെ തിരക്കുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഫുഡ് അടിപൊളിയാണ്. ഇനി നേരെ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഉറങ്ങാൻ. അപ്പൊ ഇന്നത്ര തന്നെ, ബാക്കി പിന്നെ.